So welcome to the parts of unknowing number part 2. So here ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോസിങ് മെത്തേഡാണ്. എന്താണ് ട്രാൻസ്പോസിങ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് ചെയ്യുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനിൽ ഓരോന്നിലും എങ്ങനെയാണ് ട്രാൻസ്പോസിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചെറിയൊരു സ്റ്റെപ്സ് നമുക്കത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു പ്രോബ്ലം തരുമ്പോൾ ഇത് നോക്കൂ, x+8 = 12 അല്ലേ. ഇതുപോലെ ഒരു സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് തരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വേരിയബിൾസ്, ഫൈൻഡ് വേരിയബിൾ. ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലം തന്നാൽ വേരിയബിൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലേതാ വേരിയബിൾ? എക്സ്. അതായത് വേരിയബിൾ എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആയിരിക്കും അല്ലേ. എ, ബി, സി, വൈ, സെഡ്, എക്സ്, ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും ആവും. അത് സ്മോൾ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം അത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ സെക്കൻഡ് പോയിൻ്റ്, നമ്മൾ വേരിയബിൾ ടേംസ് എല്ലാം ഒരു സൈഡിലേക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് എല്ലാം വേറൊരു സൈഡിലേക്ക് മാറ്റുന്നു. ഓക്കെ, എങ്ങനെ? ബൈ ട്രാൻസ്പോസിങ് മെത്തേഡ്. ട്രാൻസ്പോസിങ് മെത്തേഡിൽ എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം. തേർഡ് പോയിൻ്റ്, എങ്ങനെയാണ് ട്രാൻസ്പോസിങ് മെത്തേഡ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം. നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് ഒരു സൈഡിൽ നിന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 LHSൽ നിന്നും 8 LHSൽ നിന്നും RHSലേക്ക് പോകുമ്പോൾ എന്താവും? ഇവിടെ പ്ലസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പർ ഈ സൈഡിലേക്ക് പോകുമ്പോൾ അത് -8 ആവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, പ്ലസ് മൈനസ് ആവും. ഇപ്പോൾ -8 ആണെങ്കിലോ അത് +8 ആവും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ട്രാൻസ്പോസിങ് മെത്തേഡ് നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിലെല്ലാം എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ട്രാൻസ്പോസിങ് മെത്തേഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ബേസിക്കായിട്ടുള്ള ചെറിയ ഓപ്പറേഷൻസും കൂടെ നമുക്ക് പഠിച്ച് വയ്ക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു അഡീഷൻ ബിറ്റ്വീൻ 2 പോസിറ്റീവ് നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സും പോസിറ്റീവാണ്. നമ്മളത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ആഡ് ആയിരിക്കും, റിസൾട്ട് കിട്ടുന്നത് നമുക്ക് പോസിറ്റീവായിരിക്കും. അതായത് ഇവിടെ നോക്കൂ, 10 + 50, 10ഉം 15ഉം പോസിറ്റീവ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കണ്ട് നമുക്കറിയാം നോർമൽ അഡീഷൻ, അതിൻ്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ പോയിൻ്റ്. അഡീഷൻ ബിറ്റ്വീൻ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ആഡ് ചെയ്യുക, അതിൻ്റെ റിസൾട്ടും അഡീഷൻ ആയിരിക്കും, അതായത് പോസിറ്റീവായിരിക്കും, നമ്പർ പോസിറ്റീവായിരിക്കും. അഡീഷൻ ബിറ്റ്വീൻ 2 നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ ആഡ് ചെയ്യണം, 10ഉം 15ഉം കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം റിസൾട്ടിൽ നെഗറ്റീവ് സിമ്പിൾ ഇടണം. ഓക്കെ, തേർഡ് പോയിൻ്റ്, അഡീഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പർ. ഒരു പോസിറ്റീവ് നമ്പറും ഇന്നൊരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ നമ്പർ വലുതാണോ, ഏതാണോ വലുത് അതിൻ്റെ സിമ്പിൾ നമ്മൾ ആൻസറിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, -10 + 15 = മൈനസ് ചെയ്യുക, ആൻസർ 5. എന്നിട്ട് ഇതിലത്തെ ഏതാണോ വലിയ നമ്പർ അതിൻ്റെ സിമ്പിൾ ഇതിലിട്ട് കൊടുക്കണം. 10, 15, ഇതിൽ 15 ആണ് വലുത്. അപ്പോൾ നമ്മൾ 15 പോസിറ്റീവ് നമ്പർ 15 പോസിറ്റീവാണ്, അതുകൊണ്ട് നമ്മൾ ആൻസറിൽ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ഈ 3 ഇക്വേഷനും കാണാതെ പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ചാൽ നമുക്ക് ലീനിയർ ഇക്വേഷൻ വരുന്ന സമയത്ത് വളരെയധികം എളുപ്പമായി. ട്രാൻസ്പോസിങ് മെത്തേഡിൽ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അഡീഷൻ ചെയ്യുന്നത് നോക്കാം. x+8 = 12, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്കും കോൺസ്റ്റൻ്റ് എല്ലാം അനദർ സൈഡിലേക്കും കൊണ്ടുപോകണം. അതിനുശേഷം നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്കറിയാം എക്സ് ആണ് വേരിയബിൾ. അപ്പോൾ x = 12 + 8 RHSലേക്ക് പോകുമ്പോൾ എന്താവുന്നു? അതിൻ്റെ സൈൻ മാറുന്നു അല്ലേ, -8 ആവുന്നു, പ്ലസ് എല്ലാം മൈനസ് ആവുന്നു. ഇപ്പോൾ 12 - 8 = 4. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നോക്കൂ എങ്ങനെയാണ്, മൈനസ് സിമ്പിൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. y - 5 = -3 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത് ആദ്യം എഴുതുന്നു അല്ലേ, വേരിയബിൾസ് ഒരു സൈഡിലേക്ക് ആക്കുന്നു, കോൺസ്റ്റൻ്റ് എല്ലാം വേറൊരു സൈഡിലേക്ക് ആക്കുന്നു. വേരിയബിൾസ് y =
-3 അങ്ങനെ എഴുതുന്നു. ഇനി ഈ -5 അനദർ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്ലസ് ആവുന്നു. -5 എന്താവുന്നു? പ്ലസ് 5. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നോക്കൂ ഇവിടെ നോക്കൂ -3 + 5 ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു തന്നു 3 റൂൾസ് അല്ലേ? അഡീഷൻ ബിറ്റ്വീൻ 2 പോസിറ്റീവ് നമ്പേഴ്സ്, അഡീഷൻ ബിറ്റ്വീൻ 2 നെഗറ്റീവ് നമ്പേഴ്സ്, ദെൻ അഡീഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പർ. ഇവിടെ നോക്കൂ, ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വന്നെങ്കിൽ അതിനാദ്യം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യണം. അതിനുശേഷം ഏതാണോ വലിയ നമ്പർ, ഇതിലേതാ വലിയ നമ്പർ? -3 ഉണ്ട്, +5 ഉണ്ട്. അപ്പോൾ +5 ആണ് വലിയ നമ്പർ അല്ലേ? അപ്പോൾ വലിയ നമ്പറിൻ്റെ സിമ്പിൾ വേണം ആൻസറിലേക്ക് ഇടേണ്ടത്. അപ്പോൾ 5 എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ ആൻസർ ഈസ് 2. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 4x = 20. വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുന്നു. ഇവിടെ നോക്കൂ, 4x എന്ന് പറയുന്നത് 4 × x ആണ്. 4 മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്പർ അനദർ സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്താവുന്നു? ഡിവിഷൻ ആവുന്നു അല്ലേ? അപ്പോൾ x = 20 / 4. ഡിവിഷൻ ചെയ്യുക. 5 4s are 20. ഓക്കെ, 5 ആണ് ആൻസർ. ഇനി ഡിവിഷൻ മെത്തേഡിൽ നോക്കൂ. z/3 = 5 അല്ലേ? ഡിവിഷൻ തന്നിട്ടുണ്ട്, അത് വേറെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. വേരിയബിൾസ് ഒരു സൈഡ് വയ്ക്കുന്നു, കോൺസ്റ്റൻസ് എല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. z = 5 × 3, ദാറ്റ് ഈസ് 5 × 3 = 50. ഓക്കെ, അപ്പോൾ പ്ലസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതാണ് ബേസിക് ആയി ട്രാൻസ്പോസിങ് മെത്തേഡിൽ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസാണ് ഇത്. ഓക്കെ, ഞാനൊരു 10 പ്രോബ്ലംസ് തരാം, അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x + 3 = 8. സെക്കൻഡ്, y - 7 = 13. 3m = 15. p/2 = 8. a + 12 = 25. x - 10 = 35. u/15 = 6. y + 1 = 9. zy = 40.